ഞങ്ങൾ ഇൻഡെംനിറ്റിയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ വീഡിയോസിലും വന്നൊരു കമൻറ്റാണ് എങ്ങനെയാണ് ഇ കീ രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. നമുക്ക് രണ്ട് തരത്തിൽ ഇ കീ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. ഒന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഇ കീ രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ഇ കീ രജിസ്ട്രേഷൻ. ബഹ്റൈനിലെ സർക്കാർ സേവനങ്ങളും ഗോസി ആനുകൂല്യങ്ങളും ലഭിക്കാനായിട്ട് എല്ലാ ബഹ്റൈനിലെ പ്രവാസികളും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അഡ്വാൻസ്ഡ് ഇ കീ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ കിയോസ്കി മെഷീൻ ഉപയോഗിച്ചിട്ട് അഡ്വാൻസ് ഇ കീ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതും, അടുത്ത വീഡിയോയിൽ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഇ കീ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. കിയോസ്കി മെഷീൻ ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇ കീ 2.0 എന്ന് പറഞ്ഞൊരു ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ബയോമെട്രിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ നാഷണൽ ID കൊടുക്കാം, അതായത് CPR. ശേഷം മൊബൈൽ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് വെരിഫൈ ആവും. ശേഷം നമുക്ക് നമ്മുടെ ഫേസ്, അതായത് സെൽഫി വീഡിയോ ആയിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യാനുണ്ട്. അതിനായിട്ട് ടേക്ക് എ സെൽഫി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മുടെ ഫേസ് മാറി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൽഫിയും നമുക്ക് വെരിഫൈ ആയി കിട്ടും. അടുത്തതായിട്ട് CPRൻ്റെ രണ്ട് സൈഡാണ് വെരിഫൈ ചെയ്യാനുള്ളത്. അതും ഇതിൽ ഓപ്ഷൻ ഉണ്ട്, സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും വെരിഫൈ ആവും. ഇത് വെരിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻഫർമേഷൻ പേജ് വരും. ഇതിന് ശേഷം നമുക്ക് കിയോസ്കി മെഷീനിൽ അഡ്വാൻസ് ഇ കീ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ CPR ഈ ഒരു മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ശേഷം ഇ കീ സർവീസസ്, ഇവിടെ അഡ്വാൻസ് ഇ കീ രജിസ്ട്രേഷൻ. ശേഷം നമുക്കിവിടെ നമ്മുടെ തമ്പ് ഇവിടെ ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണൽ നമ്പറും അതുപോലെ തന്നെ നെയിമും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ഇ കീ പാസ്വേഡ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാസ്വേഡ് ഒരിക്കലും മറന്നു പോകരുത്. നമ്മളുടെ ഇൻഫർമേഷൻസ് കറക്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കണ്ടിന്യൂ കൊടുത്ത ശേഷം നമ്മുടെ മൊബൈലിലേക്ക്, നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമുക്കിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇ കീ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ് ഇ കീ രജിസ്റ്റർ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. നിങ്ങളുടെ CPR നമ്പറാണ് യൂസർ നെയിമായിട്ട് വരിക. അതുപോലെ തന്നെ പാസ്വേഡ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുത്തതായിരിക്കും പാസ്വേഡ്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ഇ കീ രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും നിർബന്ധമായിട്ടും തന്നെ ഈ ഒരു ഇ കീ അഡ്വാൻസ് രജിസ്ട്രേഷൻ മസ്റ്റായിട്ടും ചെയ്യുക. ഓക്കെ, താങ്ക് യു.